പൗലോസ് റോമർക്കെഴുതിയ ലേഖനം. പൗലോസ് ആരാണെന്നും ഈ ലേഖനം എന്തിനാണ് എഴുതിയതെന്നുമുള്ള സമഗ്ര പഠനവും 1 മുതൽ 4 വരെ അധ്യായങ്ങളിലെ കാതലായ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നാമത്തെ വീഡിയോ കാണുക. അതിൽ മുഴുവൻ മാനവരാശിയും പ്രതീക്ഷയറ്റ് പാപത്തിന്റെ കെണിയിലകപ്പെട്ടവരും ഒരു മോചനം ആവശ്യമുള്ളവരുമാകുന്നു എന്നും ആ മോചനം തോറയുടെ നിയമങ്ങളെ ജനം അനുസരിക്കുവാൻ ശ്രമിക്കുന്നതിലൂടെ സംഭവിക്കുവാൻ പോകുന്നില്ല എന്നും കാണുന്നു. പകരം യേശുവിന്റെ മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും ലോകത്തെ രക്ഷിക്കുവാൻ ദൈവത്തിന്റെ നീതിയുള്ള വ്യക്തിത്വം അവനെ പ്രേരിപ്പിച്ചു. അതിനാൽ വിശ്വാസത്തെ അടിസ്ഥാനമാക്കി അബ്രഹാമിന്റെ ഒരു ബഹുവംശീയ കുടുംബത്തെ തന്റെ ജനമായി സൃഷ്ടിക്കുവാൻ അവന് കഴിയും. ഇപ്പോൾ റോമാലേഖനത്തിലെ ശേഷിക്കുന്ന 3 ഭാഗങ്ങളിൽ പൗലോസ് തന്റെ ആശയങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുത്തുന്നു. അതുകൊണ്ട് വിശ്വാസത്തിലൂടെ നീതീകരണം എന്നതിനെക്കുറിച്ചുള്ള പൗലോസിന്റെ സമഗ്ര പഠനത്തെ ഓർക്കുക. യേശുവിന്റെ മരണവും പുനരുത്ഥാനവും തങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് ജനം വിശ്വസിക്കുമ്പോൾ അവർക്ക് ഒരു പുതിയ പദവി നൽകപ്പെടുന്നു. അവർ ദൈവത്തോടൊപ്പം നിരപ്പുള്ളവരാകുന്നു. അവരെ ഒരു പുതിയ കുടുംബത്തിൽ അബ്രഹാമിന്റെ ഉടമ്പടി ജനത്തിൽ ചേർക്കുന്നു. അവർക്ക് ഒരു പുതിയ ഭാവി നൽകപ്പെടുന്നു, ഒരു രൂപാന്തരപ്പെട്ട ജീവിതത്തിന്റെ പ്രത്യാശ. ഈ യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും എങ്ങനെയാണ് ഉടച്ചു വാർക്കുന്നത് എന്ന് കാണിക്കുവാൻ പൗലോസ് ആഗ്രഹിക്കുന്നു. കാരണം ഈ കുടുംബത്തിൽ ആയിരിക്കുക എന്നത് യേശുവിലൂടെയും ആത്മാവിലൂടെയും ദൈവം സൃഷ്ടിക്കുന്ന പുതിയ മനുഷ്യവർഗത്തിന്റെ ഭാഗമാകുക എന്നാണ്. ആയതിനാൽ ബൈബിൾ കഥയിലെ ആദ്യ മനുഷ്യ കഥാപാത്രമായ ആദാമിലേക്ക് പൗലോസ് മടങ്ങിപ്പോകുന്നു. മനുഷ്യവർഗം എന്നാണ് അവന്റെ പേര് അർത്ഥമാക്കുന്നത്. ആദാം അവനുശേഷമുള്ള മുഴുവൻ മനുഷ്യവർഗത്തെയും പോലെ പാപവും സ്വാർത്ഥതയും തിരഞ്ഞെടുത്തു. അതുകൊണ്ട് എല്ലാവരും ദൈവത്തിന്റെ ന്യായവിധിയെ അഭിമുഖീകരിക്കുന്നു. കാരണം പാപത്തിന്റെ സ്വാധീനത്തിന് നാം അടിമകളായിത്തീരുന്നു. പരിണതഫലമോ മരണവും. എന്നിരുന്നാലും പൗലോസ് ആദാമിനെ യേശുവുമായി താരതമ്യപ്പെടുത്തുന്നു. തന്റെ ത്യാഗപൂർണമായ സ്നേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ ദൈവത്തോടുള്ള വിശ്വസ്തമായ അനുസരണത്തിൽ ജീവിച്ച ഒരു മനുഷ്യനായ പുതിയ ആദാമാണ് യേശുവെന്ന് പൗലോസ് പറയുന്നു. ഇപ്പോൾ യേശു തന്റെ ജീവിതത്തെ ഒരു ദാനമായി മറ്റുള്ളവർക്ക് സമർപ്പിക്കുന്നു. അതിനാൽ അവർക്ക് ദൈവം മുമ്പാകെ നീതീകരിക്കപ്പെടുവാൻ കഴിയും. അങ്ങനെ ഈ ദാനത്താൽ രൂപാന്തരപ്പെട്ട പുതിയ മനുഷ്യവർഗത്തിന്റെ തലയായി യേശു നിലകൊള്ളുന്നു. ഇത് 6-ാം അധ്യായത്തിലേക്ക് നയിക്കുന്നു. യേശുവിനെ അനുഗമിക്കുക എന്നത് അവരുടെ പഴയ ആദാമ്യ മനുഷ്യപ്രകൃതിയെ ഉപേക്ഷിച്ച് യേശുവിനെ പോലെയുള്ള പുതിയ മനുഷ്യപ്രകൃതിയിലേക്ക് കടക്കുകയാണെന്ന് പൗലോസ് റോമിലുള്ള ഈ ക്രിസ്ത്യാനികളെ ഓർമ്മിപ്പിക്കുന്നു. അവരുടെ സ്നാനം എന്നത് ആ പരിവർത്തനത്തിന്റെ ഒരു പവിത്ര പ്രതീകമാണ്. അവരുടെ പഴയ മനുഷ്യപ്രകൃതി യേശുവിനോടൊപ്പം മരിക്കുകയും അവരുടെ പുതിയ മനുഷ്യപ്രകൃതി അവനോടൊപ്പം മരണത്തിൽ നിന്നും പുനരുത്ഥാനം പ്രാപിക്കുകയും ചെയ്തു. ഒരു വ്യക്തി യേശുവിൽ ആശ്രയിക്കുമ്പോൾ അവരുടെ ജീവിതം യേശുവുമായി ചേർക്കപ്പെടുന്നു. അവനെക്കുറിച്ച് സത്യമായിരിക്കുന്നത് ഇപ്പോൾ അവരെക്കുറിച്ചും സത്യമായിരിക്കുന്നു. യേശുവിനെപ്പോലെ മനുഷ്യപ്രകൃതിയുള്ളവർ എന്ന നിലയിൽ തങ്ങളുടെ വ്യക്തിത്വം ജനം സ്വീകരിക്കുമ്പോഴാണ് അവർ തങ്ങളുടെ ദൈവത്തെയും അയൽക്കാരനെയും സ്നേഹിക്കുവാനായി പൂർണ്ണ ഹൃദയമുള്ളവരായി സ്വതന്ത്രരാകപ്പെടുന്നത്. ഇപ്പോൾ ഇങ്ങനെയൊരു പുതിയ മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുക എന്നത് ദൈവത്തിന്റെ എപ്പോഴുമുള്ള ഉദ്ദേശമായിരുന്നെങ്കിൽ ഇസ്രായേലിന് നിയമങ്ങളെ അഥവാ എബ്രായ ഭാഷയിൽ തോറയെ കൊടുത്തതിന്റെ ആശയം എന്തായിരുന്നു എന്ന് പൗലോസ് 7-ാം അധ്യായത്തിൽ ചോദിക്കുന്നു. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിയമം എന്ന പദം പൗലോസ് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ബൈബിളിലെ ആദ്യ 5 പുസ്തകങ്ങളുടെ ഇതിവൃത്തവും സന്ദേശവും അർത്ഥമാക്കുന്നു. പക്ഷേ മറ്റു ചില സന്ദർഭങ്ങളിൽ മോശെ മുഖേന നൽകപ്പെട്ട തോറയിൽ കാണപ്പെടുന്ന 100 കണക്കിന് കൽപ്പനകളെ അവൻ പ്രത്യേകമായി പരാമർശിക്കുന്നു. ഇവിടെ പൗലോസ് ഊന്നൽ കൊടുക്കുന്നത് 2ാമത്തെ അർത്ഥത്തിനാണ്. ആ കൽപ്പനകളുടെ എല്ലാം ഉദ്ദേശം എന്തായിരുന്നു? തോറയുടെ കൽപ്പനകളെല്ലാം ഉത്തമമായിരുന്നുവെന്ന് പൗലോസ് പറയുന്നു. ഇസ്രായേൽ എങ്ങനെ ജീവിക്കണമെന്ന ദൈവത്തിന്റെ ആഗ്രഹം അവ കാണിച്ചു തന്നു. പക്ഷേ നിങ്ങൾ തോറയുടെ ഇതിവൃത്തം വായിക്കുകയാണെങ്കിൽ ഇസ്രായേൽ അതിലെ എല്ലാ കൽപ്പനകളെയും ലംഘിച്ചു. എത്രയും കൂടുതൽ നിയമങ്ങൾ ഇസ്രായേല്യർക്ക് ലഭിച്ചോ അത്രയും കൂടുതൽ അവർ ആദാമ്യ പാപങ്ങൾ ആവർത്തിക്കുകയും മത്സരിക്കുകയും ചെയ്തു. ദൈവം തന്റെ ജനം അനുസരിക്കുന്നതിന് നിർദ്ദിഷ്ടമായ സാൻമാർഗിക നിയമങ്ങൾ നൽകിയിട്ടും അത് പാപകരമായ മനുഷ്യഹൃദയത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിച്ചില്ല. അതിനാൽ വിരോധാഭാസം പോലെ ഈ നിയമങ്ങൾ ഇസ്രായേലിനെ കൂടുതൽ കുറ്റക്കാരാക്കി. പക്ഷേ പൗലോസ് പറയുന്നു, ആ വിരോധാഭാസമാണ് വിഷയം. തിന്മയാണ് മനുഷ്യഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നത് എന്നും തോറ അത് നല്ലതായിരിക്കുമ്പോൾ തന്നെ അതിന് ഈ വിഷയത്തിൽ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്നും കണ്ണാടി പോലെ വ്യക്തമാക്കുകയായിരുന്നു ദൈവത്തിന്റെ ലക്ഷ്യം. എന്നാൽ 8-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, യേശുവിലൂടെയും ആത്മാവിലൂടെയും പ്രതിവിധി വന്നെത്തിയിരിക്കുന്നു. അത് ഇപ്രകാരമാണ്: തോറയുടെ കൽപ്പനകൾ വ്യക്തതയോടെ കാണിക്കുന്ന ഒരു കണ്ണാടി പോലെ പ്രവർത്തിച്ചു. ഇത് മനുഷ്യസ്ഥിതിയുടെ പ്രശ്നത്തെ ഒരു സ്ഥാനത്തേക്ക്, അതായത് ഇസ്രായേൽ ജനതയിലേക്ക് കേന്ദ്രീകരിച്ചു.
എന്നാൽ ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രതിനിധി യേശു മശിഹ തന്റെ മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും ആ പാപങ്ങൾക്കെല്ലാം മറുവില കൊടുത്തു. ഇപ്പോൾ യേശു തന്റെ ആത്മാവിനെ തന്റെ പുതിയ കുടുംബത്തിലേക്ക് പകരുന്നു. അതിനാൽ അവരുടെ ഹൃദയങ്ങളിൽ രൂപാന്തരം വരുത്തുവാനും ദൈവത്തെയും അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന തോറയുടെ എല്ലാ നിയമങ്ങളെയും യഥാർത്ഥമായി പൂർത്തീകരിക്കുവാനും അവർക്ക് കഴിയും. ഇതുകൂടാതെ സകല സൃഷ്ടികളെയും രക്ഷിക്കാനും നവീകരിക്കാനും ദൈവസ്നേഹം അവസാനമാക്കാകുന്ന ഒരു സ്ഥലമാക്കുവാനുമുള്ള തന്റെ വലിയ ദൗത്യത്തിന്റെ ആദ്യപടിയാണ് മനുഷ്യവർഗത്തെ നവീകരിക്കുക എന്നത്. എങ്ങനെയാണ് 1 മുതൽ 8 വരെ അധ്യായങ്ങൾ ഒരു ഏകചിന്തയുടെ ഒഴുക്കായി പോകുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇത് മറ്റു ചില ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഇതെല്ലാം ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നെങ്കിൽ യേശു മശിഹായാണെന്ന് അംഗീകരിക്കാത്ത പൗലോസിന്റെ ഇസ്രായേലിലെ കൂട്ടാളികളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? എങ്ങനെയാണ് ഈ കഥ അവരോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കുന്നത്? അങ്ങനെ പൗലോസ് 9-ാം അധ്യായം ആരംഭിക്കുന്നത് യേശു തങ്ങളുടെ മശിഹായാണെന്ന് ചിന്തിക്കാത്ത ഇസ്രായേൽ കൂട്ടാളികളെക്കുറിച്ചുള്ള തന്റെ മനോവേദനയോടെയാണ്. ഇത് പഴയ നിയമ കഥയിൽ നിന്നും ഭൂതകാല ഇസ്രായേലിനെപ്പറ്റി ചിന്തിക്കുവാൻ അവനെ പ്രേരിപ്പിക്കുന്നു. പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഭൗതികമായി അബ്രഹാമിന്റെ പിൻതലമുറക്കാരനായ ഒരു ഇസ്രായേൽ ഗോത്രക്കാരനായതുകൊണ്ട് മാത്രം ഒരാൾ ഒരിക്കലും സ്വയമേ ഉടമ്പടി കുടുംബത്തിലെ വിശ്വസ്ത അംഗമാകുന്നില്ല. എങ്ങനെയാണ് ദൈവം എപ്പോഴും അബ്രഹാമിന്റെ കുടുംബത്തിൽ നിന്നും ഒരു ഉപഗണത്തെ വാഗ്ദത്തങ്ങളുടെ തുടർച്ചയ്ക്കായി തിരഞ്ഞെടുത്തതെന്ന് പൗലോസ് നമ്മെ കാണിക്കുന്നു. ഇപ്പോൾ അവന്റെ ആശയം യേശുവിനെ അനുഗമിക്കുന്നവർ ആ വാഗ്ദത്തങ്ങളെ ചുമക്കുക എന്നതാണ്. അബ്രഹാമിന്റെ കുടുംബത്തിനകത്തും പുറത്തുമുള്ളവർ ഒരു ദീർഘകാലത്തേക്ക് ദൈവത്തിന്റെ ഇഷ്ടങ്ങളെ ത്യജിച്ചിരുന്നു എന്ന് പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇസ്രായേലിന്റെയും കാളക്കുട്ടിയുടെയും കഥയും ഫറവോന്റെ മത്സരത്തെയും കുറിച്ച് അവൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജനം ദൈവത്തെ നിരാകരിച്ചത് തന്റെ ഉദ്ധാരണ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കത്തക്കവണ്ണം എങ്ങനെയാണ് ദൈവം സംഭവങ്ങളെ ആസൂത്രണം ചെയ്തതെന്ന് അവൻ നമ്മെ കാണിക്കുന്നു. അതുകൊണ്ട് 10-ാം അധ്യായത്തിൽ പൗലോസ് തന്റെ ശ്രദ്ധയെ വർത്തമാനകാല ഇസ്രായേലിലേക്ക് തിരിക്കുന്നു. പല ഇസ്രായേലിലും യേശുവിനെ തള്ളിക്കളയുന്നതിന്റെ കാരണം അവർ ദൈവവുമായുള്ള തങ്ങളുടെ ഉടമ്പടി ബന്ധത്തെ തോറയുടെ കൽപ്പനകൾ അനുഷ്ഠിക്കുന്നതിൽ അടിസ്ഥാനപ്പെടുത്തുന്നു. അങ്ങനെ ദുഃഖകരമെന്ന് പറയട്ടെ, വിശ്വാസ അടിസ്ഥാനത്തിൽ ഒരു പുതിയ ഉടമ്പടി കുടുംബത്തെ രൂപീകരിക്കുവാൻ ദൈവം എന്താണ് യേശുവിലൂടെ ചെയ്തതെന്ന് അവർ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് പൗലോസ് 11-ാം അധ്യായത്തിൽ ചോദിക്കുന്നു, ഇസ്രായേലരുടെ ഭാവി എന്താണ്? ദൈവം തന്റെ ജനത്തെ എഴുതിത്തള്ളിയോ? ഇല്ല. അവൻ പറയുന്നു, തങ്ങളുടെ മശിഹ യേശുവാണെന്ന് തിരിച്ചറിയുന്ന താനുൾപ്പെടെ ധാരാളം യഹൂദർ ഉണ്ട്. എന്നാൽ അങ്ങനെയല്ലാത്ത ധാരാളം പേരുമുണ്ട്. എന്നാൽ അവരുടെ നിരാകരണത്തെ തന്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുവാൻ ദൈവത്തിന് കഴിയുന്നു. ഇത് ജാതീയ ലോകത്തേക്ക് സുവിശേഷം കൂടുതൽ വേഗത്തിലും വിസ്തൃതിയിലും വ്യാപിക്കുവാൻ കാരണമായി. ഇത് അബ്രഹാമിന്റെ കുടുംബത്തെ കൂടുതൽ വലുതും ബഹുവംശീയവുമാക്കി. ദൈവത്തിന്റെ ഉടമ്പടി കുടുംബത്തെ പൗലോസ് ഒരു വലിയ ഒലിവുമരത്തോട് സാദൃശ്യപ്പെടുത്തുന്നു. യേശുവിനെ തള്ളിക്കളഞ്ഞവർ ഒടിഞ്ഞ് വേർപെട്ടുപോയി. അതായത് ഈ ജാതികൾ എന്നത് കുടുംബവൃക്ഷത്തോട് ഒട്ടിച്ചു ചേർക്കപ്പെട്ട കാട്ടുചില്ലകൾ പോലെയാണ്. എന്നിരുന്നാലും പൗലോസ് പറയുന്നു, ഒരു ദിവസം യേശു തന്റെ സ്വന്തം ജനത്താൽ അംഗീകരിക്കപ്പെടും. അത് എങ്ങനെയാണെന്നുള്ള യാതൊരു വിശദാംശങ്ങളും അവൻ നൽകുന്നില്ല. പൗലോസ് ദൈവത്തിന്റെ സ്വഭാവഗുണത്തെയും വാഗ്ദത്തത്തെയും ആശ്രയിച്ചുകൊണ്ട് ദൈവം തന്റെ ഉടമ്പടി ജനത്തെ ത്യജിക്കയില്ല എന്ന് വിശ്വസിക്കുന്നു. അത് അധ്യായം 12 മുതൽ 16 വരെയുള്ള പുസ്തകത്തിന്റെ അവസാന ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ ആ വലിയ ദൃശ്യം ഓർക്കുക. യേശുവിലുള്ള അവരുടെ വിശ്വാസത്താൽ യഹൂദരും ജാതികളും ഒരുമിച്ച് ഇപ്പോൾ അബ്രഹാമിന്റെ കുടുംബക്കാർ ആകുന്നു. ദൈവത്തിന്റെ ആത്മാവിനാൽ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ പുതിയ മനുഷ്യവർഗം. അതുകൊണ്ട് ഇങ്ങനെയാണ് ദൈവം തന്റെ പുരാതന വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്നത്. അതുകൊണ്ട് യഹൂദരും യഹൂദേതരുമായ ക്രിസ്ത്യാനികൾ ഒരു സഭയായി യോജിക്കുന്നതാണ് ഉചിതമായ പ്രതികരണം. 12 മുതൽ 13 വരെ അധ്യായങ്ങളിൽ ഈ ഐക്യത പരസ്പരം സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനുമുള്ള സമർപ്പണത്തിലൂടെ വരുമെന്ന് അവൻ കാണിക്കുന്നു. സ്നേഹമെന്നാൽ എല്ലാവരും തങ്ങൾക്ക് ലഭിച്ച വിവിധ വരങ്ങളും കഴിവുകളും സഭയിൽ പരസ്പരം ശുശ്രൂഷിക്കുവാൻ ഉപയോഗിക്കുന്നതാണ്. മാത്രമല്ല ഇത് താഴ്മയും ക്ഷമയുമാണ്. ഈ വിവിധ വംശീയ കൂട്ടങ്ങളും സംസ്കാരങ്ങളും യേശുവിൽ ഒരുമിച്ച് വരുമ്പോൾ കലഹങ്ങൾ ഉറപ്പാണ്. ക്ഷമയുടെയും ഒത്തുതീർപ്പിന്റെയും കഠിനശ്രമത്തിലൂടെ മാത്രമേ ഇതിനെ തരണം ചെയ്യാൻ സാധിക്കൂ. ഇങ്ങനെയാണ് അവർ ഏറ്റവും വലിയ ക്രിസ്തീയ നന്മയായ സ്നേഹത്തെ കാണിക്കുന്നത്. ഇത്
ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന തോറയുടെ ഏറ്റവും പ്രധാന കൽപ്പനയെ പൂർത്തീകരിക്കുന്നു. 14 15 അധ്യായങ്ങളിൽ അദ്ദേഹം റോമാസഭയിൽ വംശീയ ഭിന്നതകൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇത് യഹൂദരുടെ ഭക്ഷണ നിയമങ്ങളെക്കുറിച്ചും ശബത്തിനെക്കുറിച്ചുമുള്ള വാഗ്വാദങ്ങളാണ്. ആരാണ് യേശു കുടുംബത്തിനകത്തും പുറത്തുമുള്ളതെന്ന് ഈ ആചാരങ്ങൾ നിശ്ചയിക്കുന്നില്ല എന്ന് പൗലോസ് പറയുന്നു. എന്നാൽ ജനം സാംസ്കാരിക പ്രാധാന്യമുള്ളതെങ്കിലും അത്യാവശ്യമല്ലാത്ത ഇത്തരം പ്രശ്നങ്ങളിൽ വിയോജിക്കുകയാണെങ്കിൽ അന്യോന്യമുള്ള വ്യത്യസ്തതകളെ ബഹുമാനിക്കുവാൻ അവർ പഠിക്കേണ്ടതുണ്ട്. ഈ മാർഗത്തിലൂടെയാണ് സ്നേഹം യേശു കുടുംബത്തെ സുഖപ്പെടുത്തുകയും ഏകീകരിക്കുകയും ചെയ്യുന്നത്. ആദ്യമായി കെങ്ക്രയ സഭയിൽ പ്രധാന നേതൃത്വമുള്ള ഫേബയെ പ്രശംസിച്ചുകൊണ്ട് പൗലോസ് ലേഖനം ഉപസംഹരിക്കുന്നു. ഈ ലേഖനം കൊണ്ടുപോകുകയും ഒരുപക്ഷെ ആദ്യമായി റോമാസഭയെ ഉറക്കെ വായിച്ച് കേൾപ്പിക്കുന്നതിനുമുള്ള പദവി അവൾക്ക് ലഭിച്ചു. അതിനുശേഷം പൗലോസ് അനേക കാലങ്ങളായി കാണാത്ത ജനങ്ങളെ അഭിവാദനം ചെയ്തുകൊണ്ട് ഉപസംഹരിക്കുന്നു. അതാണ് അതിന്റെ അവസാനം. മനോഹരം തന്നെ. എങ്ങനെയാണ് ഈ ലേഖനത്തിലെ എല്ലാ ഘടകങ്ങളും അനുയോജ്യമായി ഒരുമിച്ച് ചേർന്നിരിക്കുന്നതെന്നും ഇത് ശരിക്കും ഒരു അസാമാന്യ ഉത്കൃഷ്ട സൃഷ്ടിയാണെന്നും നിങ്ങൾക്ക് നല്ലവണ്ണം കാണുവാൻ കഴിയും. ഇതെല്ലാമാണ് റോമർക്കെഴുതിയ ലേഖനം.